എന്തെങ്കിലും വന്നു പോയാ നമുക്ക് തന്നെയാ തലവേദന. അതുകൊണ്ടേ വലുതുമൊക്കെ ചോദിച്ചാ അങ്ങ് കൊടുത്തേക്കണം. നമ്മുടെയൊക്കെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് കടുംപിടുത്തം കാണിക്കുന്ന പോലെ തിരിച്ച് നമുക്കങ്ങനെ കാണിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ പാവം പോലീസുകാരല്ലേ, കഴുത്തിറക്കുന്ന ബ്ലേഡും കൊണ്ടിരിക്കുന്ന പലിശക്കാരൊന്നും അല്ലല്ലോ. സത്യാമ്മ ഇങ്ങോട്ടാണ് കൊണ്ടുവന്നേ? അതെ, അകത്തുണ്ട്. എനിക്ക് സത്യാമ്മ ഒന്ന് കാണണം. അയ്യോ, ഇപ്പൊ കാണാൻ ഒക്കത്തില്ല. അത് താനാണോ തീരുമാനിക്കുന്നേ? സത്യാമ്മ കൊലക്കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ, വിസിറ്റേഴ്സിനെ കാണിക്കാതിരിക്കാൻ. എന്താണോ അവിടെ? സാറേ, ഇവിടെ കിടന്ന് ബഹളവാ, അകത്തേക്ക് കയറ്റി വിടണമെന്ന് പറഞ്ഞു. അവനെയും കയറ്റി വിടറോ. അവന്റെ തിളപ്പേ ഞാൻ മാറ്റി കൊടുക്കാം. ശിവൻ, എന്താടാ ഇതേ പോലീസ് സ്റ്റേഷനാ, അല്ലാതെ നിന്റെ അച്ചി വീടൊന്നും അല്ല വന്നു കിടന്ന് ബഹളം ഉണ്ടാക്കാൻ. അച്ചിയെ തല്ലി ആളാവാൻ വേണ്ടി നടക്കുന്നതും അച്ചി വീട്ടിൽ പോയി ആഴ്ചയിൽ സ്ത്രീധനക്കാശിന് വേണ്ടി ബഹളം ഉണ്ടാക്കുന്നതും ആരാണെന്ന് ഞാൻ പേര് സഹിതം പറയണോ സാറേ? പറഞ്ഞ സാറങ്ങ് നാറും. നാറിയ ആ നാറ്റം മാറാനായിട്ട് സാർ ഈ കൈ കൊണ്ട് നടക്കുന്ന ചെറിയ പെർഫ്യൂം ബോട്ടിലൊന്നും ആവില്ല. ഡാ, എന്റെ തട്ടകത്ത് കയറിയുന്നോണ്ടാ നീ ഇതൊക്കെ പറയുന്നേന്ന് ഓർക്കണം. എന്ത് തട്ടം സാറേ? 8 സെക്കൻഡിൽ കൂടുതൽ ഈ ഭൂമി ഒന്ന് കുലുങ്ങിയാ തീരാവുന്ന തട്ടകമേ ഇവിടെ ഉള്ളൂ. അത് മനസ്സിലാക്കാതെയാ സാറിനെ പോലുള്ളവർ ഇവിടെ നിന്ന് പ്രവർത്തിക്കുന്നത്. ഞാൻ ഇവിടെ ആരെയും തല്ലാനും കൊല്ലാനും വന്നതല്ല. എനിക്ക് സത്യാമ്മ ഒന്ന് കാണണം. നീ ആരടാ, കൊച്ചി രാജാവിന്റെ കൊച്ചുമോനോ? സെല്ലി കിടക്കുന്നവർക്കെല്ലാം ആശ്വാസവാക്കുമായി എത്താൻ? അതോ മഗ്ദലന മറിയത്തിന്റെ കണ്ണീരൊപ്പുന്ന വിശ്വസ്ത കിങ്കരനോ? ആരായാലും എന്റെ അനുവാദം വേണം. ആ അനുവാദം ആർക്ക് കൊടുത്താലും നിനക്ക് തരില്ല. കാണാൻ വന്നതാണെങ്കിൽ ഞാൻ സത്യാമ്മ കണ്ടിട്ടേ പോകൂ. അവരുടെ മകന്റെ സ്ഥാനത്ത് ഞാനായതുകൊണ്ട്. ഡോ, പിടിച്ച് പുറത്താക്കണോ അവനെ. നോക്കിയിരിക്കാതെ പിടിച്ചു മാറ്റോ. സത്യമേ, ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല. പേടിക്കണ്ട, വേണ്ട നമുക്ക് ചെയ്യാം. ഒറ്റ ഒരെണ്ണം അടുത്തു പോരുത്. കൈവിട്ട് നിൽക്കാ ഞാൻ. എനിക്ക് സത്യാമ്മയോട് സംസാരിക്കണം. സംസാരിച്ചേ പറ്റൂ. വേണ്ട, ഞാൻ പറഞ്ഞു വിട്ടോളാം. ശിവ, നീ എന്തിനാ എന്നെ കാണാൻ വേണ്ടി ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നേ? ഞാൻ നിന്റെ ആരാ? ആ ചോദ്യം ഞാൻ എന്നോട് തന്നെ ചോദിച്ചതാ പലവട്ടവും. എനിക്ക് ഉത്തരവില്ല. പക്ഷെ കാണാതെ പോവാനും പറ്റുന്നില്ല. എടാ, അത് എന്ത് കാര്യത്തിനാ ചോദിക്കുന്നേ? അതിന് ഞാൻ നിന്റെ അമ്മയൊന്നുമല്ലല്ലോ. ആണോന്ന്